ഹായ് എവരിവൺ. IIT JAM 2025 കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 23 മാർച്ച് 2025 മുതലാണ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൗൺസിലിംഗ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വെച്ചാൽ നമ്മുടെ റാങ്കിനനുസരിച്ചിട്ട് IIT-കൾക്കുള്ള അഡ്മിഷനാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ IIT-യുടെ ഓർഡർ, നിങ്ങളുടെ റാങ്കും IIT-യിലെ നിങ്ങളുടെ കോഴ്സുകളും തമ്മിൽ താരതമ്യം ചെയ്ത് നിങ്ങൾ പ്രിഫറൻസ് ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറെ സർട്ടിഫിക്കറ്റ്സുകൾ അപ്ലോഡ് ചെയ്യലുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അതുപോലെ തന്നെ പ്രൊഫഷണൽ, കൺസൾട്ടേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ഡിക്ലറേഷൻ ഫോം. ഇതെങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട്. അപ്പോൾ ഒരുപാട് ഡൗട്ട് ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഡിക്ലറേഷൻ ഫോം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നെയിമാണ് എടുക്കേണ്ടത്. അതായത് ഈ ഒരു ഫോം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതായത് ആ അപ്ലോഡിംഗ് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ PDF നമുക്ക് അവൈലബിൾ ആണ്. ഈ PDF ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എഴുതിയിട്ട് നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ആദ്യം പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം നമ്മളുടെ നെയിം, എൻറോൾ ID, ക്വാളിഫൈങ് ഡിഗ്രി, അതായത് എന്താണോ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. എൻറോൾ ID നമ്മൾ ജാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻറോൾ ID, അതായത് സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് നോക്കിയതും അഡ്മിറ്റ് കാർഡ് എടുക്കാനതും അതുപോലെ തന്നെ ഇപ്പോൾ അപ്ലിക്കേഷൻ ഫോം ഒക്കെ കൊടുക്കുന്ന എൻറോൾ ID ഇല്ലേ, അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്വാളിഫൈങ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ PSC ഫിസിക്സ് ആണെങ്കിൽ അത്, കെമിസ്ട്രി ആണെങ്കിൽ അങ്ങനെ, മാത്സ് ആണെങ്കിൽ അങ്ങനെ, എന്താണോ ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ട് ഇതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സെമസ്റ്റർ അല്ലെങ്കിൽ ഇയർ. മേ ബി ഇയറിൽ പഠിച്ച ആളുകൾ ഉണ്ടായിരിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇയർ ഉണ്ട്, ഇപ്പോഴാണ് റീസെന്റ് ആണല്ലോ സെമസ്റ്റർ വന്നത്. അപ്പൊ നിങ്ങൾ എന്താ, സെമസ്റ്ററുകാരാണെങ്കിൽ ഇയർ ക്യാൻസൽ ചെയ്യുക. ഇയർ ക്യാൻസൽ ചെയ്തിട്ട് സെമസ്റ്റർ 1 എന്നിടുക. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ 1 എന്നിട്ടിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള കോർ കോഴ്സുകൾ, അതായത് നമ്മൾ ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ്, അതർ ലാംഗ്വേജസ് ഒന്നും വേണ്ട. അതിന് പകരം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ. അതായത് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ എന്താണ് അതിന്റെ കോഡ്, ഫിസിക്സ് ആണെങ്കിൽ ബേസിക് മെക്കാനിക്സ് ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ കോഡ് നമ്മൾ അടിക്കുക. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അതിന്റെ കോഡ് ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും. അതുപോലെ ഫസ്റ്റ് സെമ്മിൽ എന്തൊക്കെയാണോ, ഇവിടെ ഫസ്റ്റ് സെമ്മിൽ ഏതൊക്കെ പേപ്പറുകൾ, അതായത് ഇതിലിപ്പോ കോളം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചത് അതാ. അപ്പൊ ആദ്യത്തെ കോളത്തില് ആദ്യത്തെ ഫിസിക്സ് ഒരു പേപ്പർ, ബേസിക് മെക്കാനിക്സ് ആണെങ്കിൽ ബേസിക് മെക്കാനിക്സ്. രണ്ടാമത്തെ കോഡ് ഇപ്പൊ സപ്പോസ് മാത്തമാറ്റിക്കലാണ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണെങ്കിൽ അത്. പിന്നെ അടുത്തത് ഫസ്റ്റ് സെം ഇവിടെ തന്നെ ഫില്ല് ചെയ്യാൻ നോക്കുക. അടുത്ത 2 പേപ്പറുകൾ ഇവിടെ എഴുതാൻ നോക്കുക. അപ്പൊ ഇതൊരൊറ്റ കോളം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, ഫസ്റ്റ് സെമ്മിന് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ് കോളം എന്തിനു യൂസ് ചെയ്യുക, സെക്കൻഡ് സെമ്മിന് വേണ്ടിയിട്ട്. അപ്പൊ സെക്കൻഡ് സെമ്മിൽ ചിലപ്പോൾ ഇതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രി, മാത്സ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ആ നെയിമുകൾ, അതായത് എന്താണോ കോറ്, എന്താണോ പേപ്പറിന്റെ പേര്, ആ പേപ്പറിന്റെ പേര് ഇവിടെ എഴുതുക. അതായത് കോഡ് എഴുതുക അവിടെ, എന്നിട്ട് ഇവിടെ പേപ്പറിന്റെ പേര് എഴുതുക. അപ്പൊ 4 പേപ്പറുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു 4 ബോക്സുകൾ അങ്ങനെ യൂസ് ചെയ്യുക. അല്ലാതെ ഫസ്റ്റ് സെമ്മിന് തന്നെ ഇങ്ങനെ 1 2 3 താഴത്തേക്ക് ഇടുന്നേക്കാളും നല്ലത് ഇങ്ങനെ 2 സൈഡുകളിലായിട്ട് ഫില്ല് ചെയ്യണതായിരിക്കും നല്ലത്. കാരണം സബ്ജക്റ്റിന്റെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട്. പിന്നെ നമുക്ക് 6th സെമ്മിലേക്കൊക്കെ എത്തുമ്പോഴേക്കാണ് നമ്മുടെ പേപ്പറിന്റെ എണ്ണം കൂടുതൽ, ഫിസിക്സിന്റെ കൂടുതലായതുകൊണ്ട് ഫിസിക്സിന്റെ ആണെങ്കിൽ അങ്ങനെ എഴുതാം. കെമിസ്ട്രിയുടെ ആയിരിക്കും മെയിൻ പേപ്പേഴ്സ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക. അപ്പൊ അതിലെ ലാബൊക്കെ വരുമ്പോൾ ലാബും കൂടി എഴുതണം. അതായത് ഇംഗ്ലീഷ്, മലയാളം, സാൻസ്ക്രിറ്റ്, ഹിന്ദി അങ്ങനത്തെ ലാംഗ്വേജസുകളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, അതായത് ഫിസിക്സുകാരാണെങ്കിൽ ഇപ്പൊ കെമിസ്ട്രി, മാത്സ് ആയിരിക്കും, ചിലപ്പോൾ കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും, ചിലപ്പോൾ മാത്സും കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും. അങ്ങനെ പല കോളേജുകൾ, പല യൂണിവേഴ്സിറ്റികൾ ഓരോ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 6th സെമ്മിൽ വരുമ്പോൾ ഒരു ഓപ്പൺ കോഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഓപ്പൺ കോഴ്സിന്റെ പേര്, അപ്പൊ എന്താണോ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ അത് ഈ സെമസ്റ്ററിൽ എഴുതുക. അപ്പൊ അങ്ങനെ 6th സെമ്മിന്റെ ഡിവിഷൻസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചോ ആ സബ്ജക്റ്റുകളാണ് ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡിക്ലെയർ ചെയ്യുക. അതായത് ക്വാളിഫൈങ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇതിലെ ഏതെങ്കിലും ഒരു സെമസ്റ്റർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. ചിലപ്പോൾ 6th സെമ്മിന്റെ ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, അതിന്റെ റിസൾട്ട് വന്ന് പബ്ലിഷ് ആയിട്ട് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോട്ട് സബ്മിറ്റഡ് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് ക്വാളിഫൈങ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. കൊടുത്തിട്ടുള്ള ആളുകളാണ് ടിക്ക് ചെയ്യുക. ക്വാളിഫൈങ് ഡിഗ്രി മാർക്ക് ഷീറ്റുകൾ ഏതൊക്കെ മാർക്ക് ഷീറ്റാണ് വെച്ചാൽ ഇപ്പൊ 1 2 ഇങ്ങനെ തന്നെ എഴുതുക. ഇയർ കട്ട് ചെയ്യുക. ഇയർ കട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 ഇങ്ങനെ എത്ര സെമസ്റ്ററുകൾ ഉണ്ട് ആ സെമസ്റ്ററിന്റെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതർവൈസ് ഇല്ല, ഇപ്പൊ 1 2 3 4 മാത്രമേ ഉള്ളൂ, അത് മാത്രമേ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ വെച്ചാൽ അത് മാത്രം സബ്മിറ്റ് ചെയ്ത് വരിക. 5 മാറും ഇല്ലെങ്കിൽ ഇവിടെ 5 മാറും ഇടുക, എന്നിട്ട് നോട്ട് സബ്മിറ്റഡ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു അവലോകനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കോഴ്സിന്റെ കോഡ്
മറക്കരുത്. അത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് എന്താണോ പേര്, ഇപ്പൊ ബേസിക് മെക്കാനിക്സ് ആണെങ്കിൽ അതിന്റെ പേരാണ് ഇവിടെ, കോഡാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്, ഇവിടെ അതിന്റെ നെയിമും. അപ്പൊ ഫസ്റ്റ് സെം തന്നെ നിങ്ങൾ ഈ 2 കോളത്തിൽ മാക്സിമം 4 പേപ്പറാണ് ഉണ്ടെങ്കിൽ, ഇപ്പൊ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇപ്പൊ ഞാൻ BSc ഫിസിക്സിന്റെ ആണ് പറയുന്നത്. അപ്പൊ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ചിലപ്പോൾ മാത്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതെന്താണോ ഇതിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ്, ഫോർത്ത് സെമ്മ്, ഫിഫ്ത്ത് സെമ്മ്, അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡിക്ലറേഷൻ ചെയ്തിട്ട് ഇവിടെ സൈൻ ചെയ്യുക, ഡേറ്റ് ആൻഡ് പ്ലേസ്. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, 300 KB ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 300 KBക്ക് താഴെ എക്സിക്യൂട്ട് ചെയ്യണം, അത് നേരെ അപ്ലോഡ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഡിക്ലറേഷൻ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പഠിച്ച പേരുകൾ, സബ്ജക്റ്റുകളുടെ പേരുകൾ. പിന്നെ ഞാൻ എടുത്ത് പറയുന്നു, ലാംഗ്വേജസ് വേണ്ട, ലാംഗ്വേജസിന്റെ ആവശ്യമില്ല, നമ്മൾ പഠിച്ച പേപ്പേഴ്സ് മാത്രം മതി, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് അപ്ലിക്കേഷന് നിങ്ങൾ IIT ജാമിന്റെ പോർട്ടൽ ഓപ്പൺ ആക്കിയപ്പോൾ ഓരോ കോഴ്സുകൾ എടുക്കുമ്പോൾ, ഇപ്പൊ IIT മുംബൈ എടുക്കുന്ന സമയത്ത് MSc ഫിസിക്സിന് എന്തൊക്കെയായിരിക്കും, മാത്സ് ഉണ്ടായിരിക്കും, കെമിസ്ട്രി പഠിച്ചിരിക്കണം, ഫിസിക്സ് വേണം, അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ആ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്താണോ ഇതിൽ എൻട്രി ചെയ്യുക. അതാണ് ഇതിന്റെ പ്രൊസീജിയർ. ഓക്കെ.